ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 5. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണുവാനുള്ളതുമല്ല. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്, പല്ലു, എസ്രോൻ, കർമ്മി. യോവേലിന്റെ പുത്രന്മാർ അവന്റെ മകൻ ശമയ്യാവ്, അവന്റെ മകൻ ഗോഗ്, അവന്റെ മകൻ ശിമെയി, അവന്റെ മകൻ മീഖ, അവന്റെ മകൻ രയായാവ്, അവന്റെ മകൻ ബാൽ, അവന്റെ മകൻ ബെയേര. അവനെ അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ ബദ്ധനാക്കി കൊണ്ടുപോയി. അവൻ രൂബേന്യരിൽ പ്രഭുവായിരുന്നു. അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവന്റെ സഹോദരന്മാർ ആരെന്നാൽ തലവനായ യെയിയേൽ, സെക്കരിയാവ്, അരോവേരിൽ നെബോവും ബാൽമെയോനും വരെ പാർത്ത ബേല. അവൻ യോവേലിന്റെ മകനായ ഷേമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു. അവരുടെ കന്നുകാലികൾ ഗിലെയാദ് ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത്തു നദി മുതൽ മരുഭൂമി വരെ പാർത്തു. ശൗലിന്റെ കാലത്ത് അവർ ഹഗ്രീയരോട് യുദ്ധം ചെയ്തു. അവർ അവരുടെ കയ്യാൽ പട്ടുപോയ ശേഷം അവർ ഗിലെയാദിനു കിഴക്ക് എല്ലായിടവും കൂടാരമടിച്ച് പാർത്തു. ഗാദിന്റെ പുത്രന്മാർ അവർക്കെതിരെ ബാശാൻ ദേശത്ത് സൽക്ക വരെ പാർത്തു. തലവനായ യോവേൽ, രണ്ടാമനായ ഷാഫാം, യനായി, ബാശാനിലെ ഷാഫാത്ത്. അവരുടെ പിതൃഭവനത്തിലെ സഹോദരന്മാർ മീഖായേൽ, മെശുല്ലാം, ഷേബ, യോരായി, യക്കാൻ, സിയ, ഏബർ. ഇങ്ങനെ 7 പേർ. ഇവർ ഹൂരിയുടെ മകനായ അബീഹേലിന്റെ പുത്രന്മാരായിരുന്നു. ഹൂരി യാരോഹയുടെ മകൻ, അവൻ ഗിലെയാദിന്റെ മകൻ, അവൻ മീഖായേലിന്റെ മകൻ, അവൻ യെശീശയുടെ മകൻ, അവൻ യഹദോവിന്റെ മകൻ, അവൻ ബൂസിന്റെ മകൻ, ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകനായ അഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലെ ബാശാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു. ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോഥാമിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയമെടുപ്പാനും വില്ലുകുലച്ച് എയ്യുവാനും പ്രാപ്തിയുള്ളവരും യുദ്ധ സാമർഥ്യമുള്ളവരുമായ പടച്ചേവകർ 44,760 പേരുണ്ടായിരുന്നു. അവർ ഹഗ്രീയരോടും യെത്തൂർ, നാഫീഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കിയാൽ ഹഗ്രീയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. അവൻ 50,000 ഒട്ടകം, 2,50,000 ആട്, 2,000 കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും 1,00,000 ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു. മനശ്ശെയുടെ പാതി ഗോത്രക്കാർ ദേശത്ത് പാർത്തു. ബാശാൻ മുതൽ ബാൽ ഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവും വരെ പെരുകി പരന്നു. അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാരാവിത്: ഏഫർ, ഇഷി, എലിയേൽ, അസ്ത്രിയേൽ, ഇരമ്യാവ്, ഹോദവ്യാവ്, യഹദിയേൽ. ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ആയിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അശൂർ രാജാവായ പൂലിന്റെയും അശൂർ രാജാവായ തിഗ്ലത്ത് പിൽനേസരിന്റെയും മനസ്സുണർത്തി. അവൻ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതി ഗോത്രത്തെയും പിടിച്ച് ഹലഹിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി. അവിടെ അവർ ഇന്നുവരെയും ഇരിക്കുന്നു.